താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ അറിയാലോ നമ്മൾ ഇക്കാണറിയോ ബഷീർ മൂപ്പര് വലിയ എഴുത്തുകാരനായിരുന്നു. നമ്മൾ ബഷീർ ഖാന്റെ പാത്തുമാണ്. നിങ്ങൾക്ക് നമ്മളെ അറിയോ? പേര് പറഞ്ഞില്ലല്ലോ. സുന്ദരമായ പേര്. വയസ്സ് സുന്ദരമായ വയസ്സ്. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? അയ്യോ, എനിക്കത് ആരുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ഹായ് കൂട്ടുകാരെ, ഞാനാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാലകാല സഖിയിലെ മജീദിന്റെ സുഹറ. राजकुमारी सो जा എന്താ പേര്? നാരായണി. 22. 14 കൊല്ലം ആ തടവ്, 14 വർഷം ആ തടവിൽ. എന്തൊരു ജീവിതം! എനിക്കൊരു റോസാ ചെടി തരുമോ? ജയിലല്ലേ, എല്ലാവരും അറിയും. തരുമോ? ഒരെണ്ണം മതി.
വെച്ചിരിക്കുകയായിരുന്നു. റോസാച്ചെടി കൊണ്ടുവന്നോ ബഷീറെ? ബഷീറെ, ബഷീറെ. വെയിൽ രാജാ വെയിൽ. ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല്. വെയിൽ